ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത. ഐക്യരാഷ്ട്രസഭ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാടാണ്. ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണം എന്ന ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലോകത്തിന് താങ്ങാൻ കഴിയില്ല എന്നാണ് ഗുട്ടറസിൻ്റെതായി വരുന്ന ഒരു പ്രസ്താവന. വിനീത വിജി തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, പല തലങ്ങളിലുള്ള കൂടിയാലോചനകൾ നാളുകളായി നടന്നു വരുന്നുണ്ട് ഡൽഹിയിൽ. ഇന്ന് സർവകക്ഷി യോഗം പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. മറ്റേതൊക്കെ തലങ്ങളിൽ എന്തൊക്കെ കൂടിയാലോചനകൾ ഡൽഹിയിൽ പ്രതീക്ഷിക്കണമെന്ന് വിനീത? ഉന്മേഷ്, ഉറപ്പായും നമ്മൾ അതീവ ജാഗ്രതയിലാണ്. പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ ഉടനെ ആക്രമിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ സേനകൾക്ക് പിന്നീട് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നൊക്കെ പറയുമ്പോഴും, പാകിസ്ഥാൻ ഏത് നിമിഷവും ഏതൊരു സൈനിക നീക്കവും നടക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് രാജ്യം കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്നും കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ തന്നെ തുടരും. നമുക്ക് ഇന്ന് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഒക്കെ യോഗങ്ങൾ ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്ന് രാവിലെ 11 മണിക്കുള്ള സർവകക്ഷി യോഗത്തിന് മുൻപായി തന്നെയായിരിക്കും ഇരു മന്ത്രാലയങ്ങളും പ്രത്യേകം യോഗം ചേരുക. സേനാ മേധാവികളുമായും ഈ മന്ത്രിമാർ കൂടിക്കാഴ്ചകൾ നടത്തും. ഈ പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇനി കൂടുതൽ അവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എന്നിങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതത് മന്ത്രാലയങ്ങൾ വളരെ വ്യക്തമായി തന്നെ അത് കൃത്യമായി അവലോകനം ചെയ്യുന്നുണ്ട്. വലിയ ഒരു ജാഗ്രതയിൽ തന്നെയാണ് രാജ്യമുള്ളത്. ഇന്നലെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളും ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവശ്യ വസ്തുക്കൾ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അവശ്യ വസ്തുക്കളൊക്കെ വാങ്ങി കരുതണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ആ മേഖലയിൽ കൂടുതൽ BSF ഉദ്യോഗസ്ഥരെ അടക്കം എത്തിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ കൺട്രോൾ റൂമുകളടക്കം തുടർന്നൊരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ ഈ കരസേനാ മേധാവി ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ സൈന്യം സജ്ജമാണ്, ഏതൊരു തിരിച്ചടി നൽകുന്നതിനും സൈന്യം സജ്ജമാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ നീക്കവും വലിയ കരുതലോടുകൂടി തന്നെയാണ് രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ശക്തമായ ഒരു നടപടി അത് രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന്. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വിവരം, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനം ഉണ്ടാകുന്നു എന്ന തരത്തിലാണ്. ഷെല്ലാക്രമണം തുടരുന്നു പാകിസ്ഥാൻ എന്ന ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതിർത്തി മേഖലകളിൽ ഷെല്ലാക്രമണം, പൂഞ്ചിൽ ഗുരുദ്വാരയ്ക്കുൾപ്പെടെ കേടുപാടുകൾ പറ്റി എന്ന വിവരം പുറത്തുവരുന്നു. ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന നടപടി തുടരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിരവധി വീടുകൾ ഈ മേഖലകളിൽ തകർന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. ബൽറാം, ഇപ്പോൾ പുറത്തുവരുന്ന ഈ ഷെല്ലാക്രമണ വാർത്ത അത് ഇപ്പോൾ നടക്കുന്നതാണോ? പുതിയ ഷെല്ലാക്രമണമാണോ ബൽറാം? ഉന്മേഷ്, സൈനിക വൃത്തങ്ങളുമായി സംസാരിച്ചതിൽ നിന്നും ഇന്ന് പുലർച്ചെ കാര്യമായ നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ സ്ഥിതിഗതികൾ സാധാരണമാണ് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പൂഞ്ച് മേഖലയിൽ കഴിഞ്ഞ ദിവസം അതീവ രൂക്ഷമായ ആക്രമണം ഉണ്ടായത് പൂഞ്ച് മേഖലയിൽ തന്നെയായിരുന്നു. 15 പേർ പൂഞ്ചിൽ മാത്രം ഈ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ മരിക്കുകയും 46 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു സൈനികനും ഈ മേഖലയിൽ വെച്ച് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ചു. കൂടാതെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കെടുപ്പ് പോലും നടത്താൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നില്ല. അത്രത്തോളം കാര്യമായ നാശനഷ്ടങ്ങൾ ജനവാസ മേഖലയിൽ പൂഞ്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കണക്കെടുപ്പും തുടർ രക്ഷാപ്രവർത്തനങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി ഈ മേഖലയിൽ നിന്നും ആളുകളെ പരമാവധി ഒഴിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയും ജനവാസ മേഖലയിൽ പ്രധാനമായും ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചെറിയ കമ്പോളങ്ങളുള്ള ടൗണുകൾ, അവിടെയുള്ള ആളുകൾക്ക് 7 മണിയോടെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകി ലൈറ്റുകൾ പൂർണ്ണമായും ഓഫാക്കി അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശവും സൈന്യം നൽകിയിട്ടുണ്ട്. ജമ്മു കശ്മീർ പോലീസും CRPFും ചേർന്നാണ് ഈ നടപടികൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പൂഞ്ചിലെ ഈ പ്രധാനമായി കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായ മേഖലയിൽ ഇന്ന് പുലർച്ചെ കാര്യമായി യാതൊരു ആക്രമണവും ഉണ്ടായിട്ടില്ല.
ഉണ്ടായിട്ടില്ല. സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണ് എന്നാണ് നമുക്ക് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. മറ്റിടങ്ങളിൽ നിന്നും ആക്രമണം ഉണ്ടായതായുള്ള ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ, സൈന്യത്തിൻ്റെ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ അമൃത്സർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ സൈറനുകൾ പുറപ്പെടുവിച്ചും മറ്റും വലിയ തോതിലുള്ള ആശങ്ക പടരാനും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചരണത്തിനും ഇടയാക്കിയിരുന്നു. എന്നാൽ അത് ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായുള്ള ബ്ലാക്ക് ഔട്ട് എക്സസൈസിൻ്റെ ഭാഗമായുള്ള നടപടിയാണ് എന്നാണ് പിന്നീട് സ്ഥിരീകരണം ഉണ്ടായത്. ഈ ജമ്മു കശ്മീരിലെ അതിർത്തി മേഖലകളിൽ സ്വീകരിക്കുന്ന അതേ ജാഗ്രത തന്നെ പഞ്ചാബ് അതിർത്തിയിൽ സ്വീകരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം അത്തരത്തിൽ ഒരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം എന്ന രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യത്തിൽ ഉൾപ്പെടെ സ്വീകരിക്കാറുള്ള നടപടിയാണ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തലസ്ഥാന നഗരങ്ങൾ, ഒപ്പം തന്നെ നിർണായകമായ തന്ത്രപ്രധാനമായ നഗരപ്രദേശങ്ങൾ, മറ്റ് ഇൻസ്റ്റാളേഷനുകൾ അടക്കമുള്ളവയിൽ ജാഗ്രത പുലർത്താറുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള ഒരു പരിശീലന നടപടിയുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസമുണ്ടായ സൈറൻ എന്നുള്ള വിശദീകരണമാണ് പിന്നീട് ലഭിച്ചിരിക്കുന്നത്. ഈ പൂഞ്ച് മേഖലയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു വരികയാണ്. ഒപ്പം തന്നെ അവിടെയുണ്ടായ നാശനഷ്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കണക്കെടുപ്പുകളും പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ സംഭവിച്ച കേടുപാടുകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടായി ആകാം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, ശരി ബൽറാം, തുടരുക.